ഇന്ന് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള രസമാണ്. ഇതിനായിട്ട് ഒരു ലെമൺ സൈസിൽ പുളി എടുക്കുക. ഇത് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം 2 തക്കാളി കൈ കൊണ്ട് ഉടച്ചെടുക്കുക. അങ്ങനെ തക്കാളി ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ഇടികല്ലിൽ ഒരു 3-4 വെളുത്തുള്ളി ഇടുക, ശകലം ജീരകം ചേർക്കാം, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4-5 കുരുമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. മല്ലി നമുക്ക് പൊടിക്കാത്ത മല്ലിയാണ് വേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ പൊടിച്ച മല്ലി എടുക്കുന്നത്. പൊടിക്കാത്ത മല്ലി ഉള്ളവർ അത് ചേർക്കുക. ഇനി തക്കാളിയും പുളിയും ഒക്കെ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി താളിച്ചെടുക്കാം. ഇതിനായിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ടൊരു 2-3 വറ്റൽമുളക് ചേർക്കുക. അതിനുശേഷം ഒരു 2-3 ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ഒരു ശകലം സവാളയോ അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന രസത്തിൻ്റെ ബാറ്റർ ഇതിലോട്ടിടുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രസം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഞാൻ കാണിച്ചിട്ടുള്ള ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ രസം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. താങ്ക് യു.